الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. നമ്മുടെ ബഹുമാനപ്പെട്ട റൌഫ് സാഹിബിന്റെ മഹാനായിരിക്കുന്ന പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നവറുല്ലാഹു മർക്കദ അവരുടെ ഹ്രസ്വമായിരിക്കുന്ന ചരിത്രം, ഹ്രസ്വമായ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ആ മഹാചരിത്രം ഹ്രസ്വമായിരിക്കുന്ന രൂപത്തിലാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടുകൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അദ്ദേഹം പരാമർശിച്ച ഈ ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ് വലിയ കുളങ്ങര താനൂര് ആ ഭാഗത്ത്, അതോടെ ഞാനും ഒരു വർഷം ഉണ്ടായിരുന്നു. അവിടെ മദ്രസയിൽ അന്ന് ദർസ് വേണ്ട രൂപത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഒരു വർഷം മദ്രസയിൽ പഠിപ്പിക്കാൻ പറഞ്ഞു. ഒരു മുത്തഅല്ലിമായി അൽഫി ഓതുന്ന സമയത്ത് തന്നെ മദ്രസന്റെ ഫസ്റ്റ് ട്രെയിനിങ് നടന്നിരിക്കുന്നത് ഈ കോളേജിൽ വെച്ചുകൊണ്ടാണ്. ഇന്നിപ്പോൾ അവിടെ ദാറുൽ ഹുദയുടെ ഒരു ബ്രാഞ്ച് ആയിക്കൊണ്ട് വളരെ സുന്ദരമായിരിക്കുന്ന രൂപത്തിൽ പോകുന്നുണ്ട്. അൽഹംദുലില്ലാ. ഏതായാലും ഇന്ന് ശരിക്കും പട്ടിക്കാട് ജാമിയ നൂരിയ വരേണ്ടത് അവിടെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്നും അവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെയധികം ധാരാളം കിതാബുകൾ, മറ്റെവിടെയും കാണാത്ത ധാരാളം കിതാബുകൾ ഇന്നും ആ പള്ളിയിലുണ്ട്. പറയുന്നത് കേൾക്കുന്നില്ലേ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇന്നലെ DC-യോ പ്രശ്നങ്ങൾ എന്തെങ്കിലും പറയണം. DC ആയാൽ ഉടനെ നിർത്തി ഞാൻ ഉറങ്ങുന്നതാണ് എന്നറിയിക്കുന്നു. ഇന്നലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നാം പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം സുലൈഖ ബീവിയെ വിവാഹം ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം നബി അറിയിക്കുന്നു. ആ സമയത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്നു, അതല്ലയോ ഇത്രയും വയസ്സായ എന്ന് പറഞ്ഞാൽ ഈ വയസ്സായ രൂപത്തിലുള്ള കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെട്ട ഈ സുലൈഖയെ ഞാൻ എങ്ങനെയാണ് വിവാഹം ചെയ്യുക? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, വഴിപ്പെട്ടേ മതിയാവും. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം വിവാഹം ചെയ്യുകയും അതിനുശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ നല്ല കാലഘട്ടത്തിൽ, നല്ല യുവത്വ കാലഘട്ടത്തിൽ സുലൈഖയെ കാണുന്ന ആ സുന്ദരമായിരിക്കുന്ന ഒരു രൂപമുണ്ടായിരുന്നല്ലോ, ആ രൂപം ഈ സുലൈഖാക്ക് നീ തിരിച്ചു കൊടുക്കണേ തമ്പുരാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും 20 വയസ്സുള്ള സമയത്ത് സുലൈഖയെ കാണാൻ ഏത് രൂപത്തിൽ സുന്ദരിയായിരുന്നോ അതേ രൂപത്തിലുള്ള രൂപം അല്ലാഹു തആല തിരിച്ച് നൽകി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അങ്ങനെ മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലൈഹി സ്വലാമാണ് സുലൈഖയുടെ കന്യാചർമ്മം നീക്കിയത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചത്. സുലൈഖ ബീവിയുടെ ഫസ്റ്റ് നൈറ്റ് യൂസുഫ് നബിയുമായി കൊണ്ടായിരുന്നു എന്നാണ്. അസീസ് രാജാവിന്റെ കൂടെ അന്ന് ഞാൻ ചരിത്രത്തിൽ നമ്മൾ അവിടെ പറഞ്ഞു, അസീസ് രാജാവിന് ലൈംഗിക ബന്ധത്തിന് താല്പര്യം വരുമ്പോൾ ഒരു ജിന്ന് സ്ത്രീ സുലൈഖയുടെ രൂപത്തിൽ വരുമെന്നും ആ ജിന്ന് സ്ത്രീയുമായി കൊണ്ടായിരുന്നു ബന്ധപ്പെട്ടിരുന്നത് എന്നും. അപ്പൊ ഇതുവരെയും സുലൈഖ കന്യകയായിക്കൊണ്ട് തന്നെ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഫസ്റ്റ് രാത്രിയിൽ അസീസ് രാജാവ് ചോദിച്ചു, യൂസുഫ് നബിയെ ചോദിച്ചു സുലൈഖയോട്, നീ എന്നെ സിനാ കൊള്ളെ വ്യഭിചാരത്തിന് വിളിച്ചവളല്ലേ? നീ വല്ലാതെ തമാശ രൂപത്തിൽ നീ എന്നെ വ്യഭിചാരത്തിന് വിളിച്ചവളല്ലേ എന്ന് ചോദിച്ചപ്പോ സുലൈഖ ബീവി വളരെ സങ്കടത്തോടു കൂടെ പറഞ്ഞു, നിങ്ങളുടെ ഈ രൂപം കണ്ടാൽ, ഈ സുന്ദരമായിരിക്കുന്ന രൂപം കണ്ടു കഴിഞ്ഞാൽ എന്നെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഒരു പെണ്ണിനും, വികാരമുള്ള ഒരു പെണ്ണിനും അടങ്ങി നിൽക്കാൻ കഴിയില്ല, അതിനു മാത്രം സൗന്ദര്യവാനാണ് അവിടുന്ന് എന്ന് പറയുകയും അങ്ങനെ പിന്നീട് വളരെ സന്തോഷത്തോടു കൂടെ ജീവിക്കുകയും ചെയ്തു എന്നാണ്. സന്തോഷത്തോടെ അന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, സുലൈഖ ബീവി വിവാഹത്തിന് ശേഷം വളരെ ആബിദത്തായി കൊണ്ടാണ് ജീവിച്ചത് എന്നാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അങ്ങേ അറ്റം സ്നേഹിച്ചിരുന്നു. പിന്നീട് വിവാഹം കഴിഞ്ഞതിന് ശേഷം വലിയ ആബിദത്തായി കൊണ്ട് എല്ലാ സമയത്തും ഇബാദത്തിൽ ചിന്തിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്.
ഏത് രൂപത്തിൽ സുലൈഖ ബീവിക്ക് അന്ന് യൂസുഫ് നബിയോട് സ്നേഹം ഉണ്ടായിരുന്നോ അതേ രൂപത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിന് സുലൈഖയോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഒരിക്കൽ യൂസുഫ് നബി അലൈഹി സ്വലാം ചോദിച്ചു സുലൈഖയോട്, എന്താണ് ആ പഴയ രൂപത്തിലൊന്നും ഇപ്പോൾ പെരുമാറാത്തത്, ആ പഴയ ആവേശമൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ മഹദിയായിരിക്കുന്ന സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി, എനിക്ക് സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല, പക്ഷേ ഞാൻ എന്റെ പക്കൽ നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്, അതിന് അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് ഞാൻ ഇബാദത്തുമായി കൊണ്ട് കഴിഞ്ഞ് കൂടുകയാണ്, അല്ലാതെ താങ്കളോടുള്ള സ്നേഹത്തിന് എനിക്ക് ഒരു അണുമണി തൂക്കം കുറവ് വന്നിട്ടില്ല എന്ന് മറുപടിയും പറഞ്ഞു എന്നാണ്. അങ്ങനെ സുന്ദരമായി കൊണ്ട് അവർ രണ്ടുപേരും താമസിക്കുന്നു. ഈ കാലഘട്ടത്തിൽ മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും ക്ഷാമം അനുഭവപ്പെട്ടു. ആ ക്ഷാമം കൻആനിലും വന്നു. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സ്വന്തം നാടായിരിക്കുന്ന കൻആനിലും അത് വന്നു. കൻആനിൽ വന്നതായിരിക്കുന്ന സമയത്ത് ഇവിടെ മിസ്ർ രാജാവ് അസീസ് റേഷൻ മിതവിലക്ക് നൽകുന്നുണ്ട് എന്നുള്ള വിവരം മൊത്തത്തിൽ എല്ലാ നാട്ടിലും അവര് പരസ്യം ചെയ്തിരുന്നു. അങ്ങനെ പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ അവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു, ഈ പ്രദേശത്തുകാരല്ലാത്ത മറുദേശക്കാർ വന്നാൽ, വിദേശികൾ വന്നാൽ, മിസ്റുകാരല്ലാത്ത ആളുകൾ വന്നാൽ അവരുടെ പേര്, നാട്, പിതാവിന്റെ പേര്, തറവാട് പോലത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് റെക്കോർഡ് ചെയ്യണമെന്ന്, അവിടെ റെക്കോർഡാക്കി വെക്കണമെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ അത് യൂസുഫ് നബി അലൈഹി സ്വലാമിന് കൊടുക്കാനും അവർ ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കളോട് പറയുന്നു, മക്കളെ, മിസ്ർ രാജാവ് അസീസ് റേഷൻ നൽകുന്നുണ്ട്, മിതമായിരിക്കുന്ന വിലക്ക് റേഷൻ നൽകുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ഒന്ന് പോയി നോക്ക്. നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് പട്ടിണിയിലാണ്, അതുകൊണ്ട് നമുക്ക് ഭക്ഷിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല, എന്തെങ്കിലും കിട്ടുമോ എന്നൊന്ന് പോയി നോക്ക് മക്കളെ എന്ന് തന്റെ മക്കളോട് മഹാനായിരിക്കുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോൾ മക്കള് അതിനുവേണ്ടി തയ്യാറാകുന്നു. അങ്ങനെ മക്കള് തയ്യാറാകുന്നു. അവരെല്ലാവരും കൂടെ ബെന്യാമീൻ ഒഴികെയുള്ള 10 മക്കള് മിസ്റിലേക്ക് പോവുകയാണ് റേഷന് വേണ്ടിയിട്ട്. അവിടെ ചെന്ന് അവരവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്തു. അവരുടെ പേര് യഹൂദ, ഷംഊന്, റാവി, ഇങ്ങനെയുള്ള പേരുകളൊക്കെ, പിതാവിന്റെ പേര് യാക്കൂബ്, നാട് കൻആന്, ഇങ്ങനെയുള്ള അവരുടെ തറവാടും വീടും അവരുടെ വാപ്പാന്റെ പേരും എല്ലാം രജിസ്റ്റർ ചെയ്യുന്നു. മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലൈഹി സ്വലാം ഈ റെക്കോർഡ് വായിക്കുന്നു. നാളെ വരാൻ പോകുന്നത് തന്റെ സ്വന്തം ജ്യേഷ്ഠന്മാർ. ഏതായാലും അവരെന്ത് ചെയ്യുന്നു, പിന്നും റാവി കൂടുന്ന, അങ്ങനെ ഇമാം സുദ്ദി വിവരിക്കുകയാണ്, ഇനിയും ഇമാം സുദ്ദി വിരുത്തിയിടുന്നേ, മുന്നം ഇത് പോൽ നാടും വിട്ട് പുറപ്പെട്ടുള്ള പരിചയം ഇവർക്കില്ല, മീസേറിൽ കടന്നോരെല്ലാം കടന്ന് കൊട്ടാരത്തിനതുർപ്പം കണ്ട് ഉള്ളേ ഹൈറായവർ തമ്മിലുരത്തിയിടുന്ന, ഇപ്പോൾ കതിക്കാം രാജാവില്ല ഉലകത്തിന്ന്. ഇമാം സുദ്ദി പറയുകയാണ്, ഇവർക്ക് നാട് വിട്ടുള്ള പരിചയം തീരെയില്ല. ആദ്യമായിട്ടാണ് അവരുടെ കൻആൻ രാജ്യം വിട്ട് പുറത്തേക്ക് പോകുന്നത്, വിദേശത്തേക്ക് ആദ്യമായിട്ടാണ് അവർ യാത്ര പോകുന്നത്. അങ്ങനെ അസീസ് രാജാവിന്റെ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കൊട്ടാരത്തിൽ എത്തിയിട്ട് അവര് ഹൈറായി അവർ തമ്മിൽ ഉരത്തിരുന്ന് ബേജാറായി അവർ ആകെപ്പാടെ പരിഭ്രമിച്ചു പോയി. കൊട്ടാരത്തിന്റെ അതിർപ്പങ്ങളും മറ്റുമെല്ലാം കണ്ടുകൊണ്ട് അവർ അന്താളിച്ചു പോവുകയാണ്. അവർ പറയുന്നു, ഇതുപോലത്തെ ഒരു രാജാവിനെ ലോകത്ത് കാണാൻ കഴിയില്ല എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ട് അവര് ഈ അത്ഭുതം പങ്കുവെക്കുകയാണ്. അടുത്ത് കോട്ട അപ്പളുടൻ വീട്ടുകാർ വന്ന് അവരൂരും പേരും അബൂനാമത്തെ വൊക്ക അടക്കിറിക്കടാക്കി കുറി തേടുത്തേ. ആ സമയത്ത് ഉദ്യോഗസ്ഥന്മാർ വന്നുകൊണ്ട് അവരുടെ എല്ലാവരുടെയും പേരുകളും അവരുടെ നാടും പിതാവിന്റെ പേരുമെല്ലാം എഴുതിയിട്ട് റെക്കോർഡാക്കി വെക്കുകയാണ്.
കടത്തി വിട്ട് പിന്നെ വിവരം മസീസോട് കതിത്തേറിക്കാകെ കൊടുത്ത പോത് സുർ ആൽ കരുണ രാജൻ നോക്കി കുറിത്ത് മീതേ. ഉടനെ തന്നെ സിംഹാസനത്തിൽ കൊണ്ട് ചെല്ലാൻ ഒളിവർ നബി ആണ്ടർ തിരിത്തറന്ന് വേഗം ഉര പോൽ കൂട്ടി ഓര അവിടം വന്നേ. അവരുടെ പേര്, നാട്, പിതാവിന്റെ പേര് എല്ലാം റെക്കോർഡാക്കിയിട്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കയ്യിൽ അവർ കൊടുക്കുന്നു. ഇങ്ങനെ വായിക്കുന്നു, തന്റെ സഹോദരന്മാരുടെ ഓരോ പേരുകളും വായിക്കുന്നു. ഷക്കൂന്, ലാബി, യഹൂദ പോലെയുള്ള പേരുകളെല്ലാം വായിക്കുകയാണ്. യസ്ജദ്, ആഷിർ, ഇങ്ങനെയുള്ള പേരുകളെല്ലാം വായിച്ചിട്ട് പിതാവിന്റെ പേര് യാക്കൂബ്, നാട് കൻആന്, സ്വന്തം ജ്യേഷ്ഠന്മാരാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് മഹാനാർക്കുന്ന യൂസുഫ് നബി അലൈഹി സ്വലാം അവരെ തന്റെ മുമ്പിലേക്ക് ഹാജരാക്കാൻ പറയുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാം എന്ത് ചെയ്യുന്നു? ഒരു മുഖംമൂടി എടുത്ത് ധരിക്കുന്നു. അവിടം എത്തി 10 വിരുത്തി രാജ ജൂഴ് അടങ്ങുന്നില്ല 2 ദിനമായി തിന്നിട്ട് അപ്പോൾ അരിമ രാജ തൊണ്ട ഇടറിക്കൊണ്ട് കവലി സബികളോടുന ഓരങ്ങൾ കരമായി റൂമൊണ്ടിലിരുത്തി മോഹം പോലെ കരുണയിൽ സൽക്കാരം കൊടുപ്പിൻ വേഗം. മഹാരാജാവെ, 2 ദിവസമായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പട്ടിണിയിലാണ് രാജാവേ എന്ന് തന്റെ സ്വന്തം ജ്യേഷ്ഠന്മാര് തന്റെ അവരുടെ അനുജനാണ് എന്നറിയാതെ മഹാനാർക്കുന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം വളരെ തൊണ്ടയിടറിക്കൊണ്ട് വിഷമത്തോടുകൂടെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഈ ആളുകളെ കൊണ്ടുപോയിട്ട് റൂമിലിരുത്തിയിട്ട് അവർക്ക് വേണ്ട രൂപത്തിൽ ഭക്ഷിപ്പിക്കുക, എന്തൊക്കെയാണോ ആവശ്യമെങ്കിൽ അത് മുഴുവനും കൊടുക്കണമെന്ന് മഹാനാർക്കുന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയുന്നു. അങ്ങനെ നവലുന്നവർ തമ്മിൽ ഇതിന് മുന്നെന്നും നമ്മെ കാണാത്ത ചട്ടം വിദേശക്കാർക്ക് രാജൻ നമസ്താവിരുന്നതിൽ അജയബുണ്ടോർക്ക്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എന്തോ ഒരു അത്ഭുതം തോന്നുകയാണ്. കാരണം ഒരുപാട് ആളുകൾ റേഷന് വരാറുണ്ട്, അവരെല്ലാം റേഷൻ വാങ്ങി പോകാറുമുണ്ട്. പക്ഷെ ആരെയും ഈ രൂപത്തിൽ ആരെയും സ്വീകരിക്കാറില്ല, സൽക്കരിക്കാറില്ല. എന്തോ എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്നവർക്കൊന്നും മനസ്സിലായില്ല. അവരെല്ലാവരും അത്ഭുതപ്പെടുകയാണ്. അവരാവിൽ അങ്കേ സുഖമായി വാസി പീത്ത് അതിൽ ശേഷം കാലെ ബെൻഡടി മുഴക്കൈ അപ്പോൾ അടുത്ത് കമാണ്ടർ രാജരിൽ ചോദിക്കൈ. അങ്ങനെ എന്ത് ചെയ്യുന്നു? അവിടെ അന്ന് രാത്രിയോടെ സുഖമായിട്ട് അവർ താമസിച്ചിട്ട് അടുത്ത് കമാണ്ടർ രാജരിൽ ചോദിക്കുകയും എന്ന് ആ സമയത്ത് അവിടെ ബാൻഡടി മുഴക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ബാൻഡടി മുഴക്കുന്നു. എന്താണ് ബാൻഡടി മുഴക്കാനുള്ള കാരണം എന്ന് ആർക്കും അറിയില്ല. അവരത് ചോദിക്കുന്നു. അടുത്തേറ്റം തായ്മയിൽ നിന്ന് കമാൻഡർ ബാൻഡയുടെ കാരണം എന്താ? അപ്പോൾ പട്ടാളം മണ്ടങ്കലിൽ ആയുധം പൂണ്ടിടുവാൻ നരപതിയാണ്ടറിട്ടതിനാൽ അടർ പരിശായി കമാൻഡറുമാ സർവരും പൂണ്ട് ആയുധമാ അമരിലും അതിഗൗരവമോടെ പട്ടാളം നിരന്തിടലായി. എല്ലാവരോടും ആയുധം അണിഞ്ഞുകൊണ്ട് ഒരു യുദ്ധ സന്നദ്ധരായിക്കൊണ്ട് നിൽക്കാൻ വേണ്ടി രാജാവ് കൽപ്പിക്കുകയാണ്. എല്ലാവരും ആയുധം അണിയണം. ഒരു യുദ്ധത്തിന് എങ്ങനെയാണോ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറാകുന്നത് ആ രൂപത്തിൽ നിൽക്കുവാൻ വേണ്ടി രാജാവ് കൽപ്പിക്കുന്നു. ബടിവേറും പട്ടിലെ ഹസിനാൽ അത്ഭുതമേറിയ ചിത്രമിൽ നെയ്തേ ബഹുമാ പൈജാമ ചയറുവാൻ ചട്ടകളും മണിവായി കിരീടം ചൂണ്ടി പിന്നരിമ ഒരു മുഖമൂടിയും തരമ അതിശയമോടെ ഗൗരവമാൽ മിസ്രതി പതിഘോഷമില്ലെത്തി തഹ്തതിൽ ആസനം ചെയ്തിടലായി. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം ഒരു മുഖംമൂടി വാങ്ങിയിട്ട് തന്റെ സിംഹാസനത്തിൽ കയറി അത്ഭുതകരമായി കൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ഇരിക്കുകയാണ്. 4 വഴിക്കും പട്ടാളക്കാർ വളഞ്ഞിരിക്കുന്നു. യുദ്ധസന്നദ്ധരായിക്കൊണ്ട് അവർ എന്തിനും ഏത് അവസ്ഥയും നേരിടാനുള്ള ഒഴുക്കത്തോടുകൂടെ പട്ടാളക്കാർ 4 വഴിക്കും വലയം ചെയ്തിരിക്കുന്നു.
ഉടന സിംഹാസന സന്നിധിയിൽ യാക്കൂബുടെ സൂതരാജ് ഒറ്ററ് പത്തളയും കൊണ്ടുവയന്തരഷന്നമറ അത് പടി കൂട്ടി വന്നവരാ സഭയതിൽ ഏറ്റി ചന്ദിരരാ തിരുമുഖ നോട്ടവും ചുടര അജബിലെ ഉള്ളാകെ കിടങ്ങിടും അമ്പിതം പമ്പിലെ പാർത്തിടലായി. അങ്ങനെ മഹാനാർക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം ഈ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് തന്റെ സഹോദരന്മാരായിരിക്കുന്ന ആളുകളെ മുഴുവനും ഹാജരാക്കുവാൻ വേണ്ടി പട്ടാളക്കാരോട് ആവശ്യപ്പെടുന്നു. അവർ മുഴുവനും മഹാനാർക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ഹാജരാകുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമത്തെ വളരെ ഗൗരവത്തോടുകൂടെ ബഹുമാനപ്പെട്ട ആ യൂസുഫ് നബി അലൈഹിസ്സലാം വളരെ ഗൗരവത്തോടുകൂടെ ആ സിംഹാസനത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇരിക്കുന്നത്? ചുടരോടെ നോക്കിടും പിൻതല താത്തിടും പിന്നെയും നോക്കിടും അത്തരം ചുണ്ടോളും കണ്ടവരെ ഉടലാകെ വിറച്ചിടലായി കിടുകിട ചേഷ്ടരും ഹൈറായി നബിയരെ നോട്ടവും തൈറായി ഇരയൊഴിച്ചാറ്റുവാൻ അതിരാ. മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം ഒന്ന് ഇവരെ നോക്കും, പിന്നീട് തലതാഴ്ത്തും, വീണ്ടും നോക്കും, വീണ്ടും തലതാഴ്ത്തും. ഈ രൂപത്തിൽ ഇങ്ങനെ വളരെ ഗൗരവതരമായിരിക്കുന്ന നോട്ടം ബഹുമാനപ്പെട്ടവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിർത്തി പിറകെ മടക്കി അവർ മുൻപൊറുപ്പാകിയ റൂമതിലാക്കി നീത്തി പതിമുദ്ദിനം തീർത്തേ പടിമുദ്ദിനമിൽ തിരുസന്നിധിയിൽ ഇവര പകലിലെ ഹാജറാക്കലുമാ അതിശയമോടെ നോക്കലുമാ ജനമജബോടെ ഓർക്കലുമാ മറുദിനം നേശാമണിമോൻ മൈഷായൊണ്ട് ഭൂപതി കൂറിടലായി. പിറ്റേ ദിവസം രാവിലെയും ഇതുപോലെ ഇവരെ വരുത്തിയിട്ട് നോക്കുന്നു. വീണ്ടും ഇങ്ങനെ വേറെ ഒന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ തന്റെ മകൻ മൈഷ എന്ന് പറയുന്ന ഒരു കുട്ടി യൂസുഫ് നബി അലൈഹി സ്വലാമിനുണ്ട്. ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് കുട്ടിയോട് പറയുകയാണ്, തരുളേ നീ പോഞ്ചില ഊണ്ടതിൽ പാനമിടും കുടിനീർ നിറത്തുടൻ സന്തോഷമില്ല മുറിവാസികളെ സമൂഹം തന്നിൽ പോയി മഹിമയിൽ ഊട്ടണം രസമാ ഇത് പഠിച്ചാറ്റി രാജരുമാ മണിമകൻ നാറ്റലയ്യരിമ പദവിയുൾ സവിശേഷ ലിബാസുകൾ ഇട്ട് ചമയ്ത്തിടവേ അഴകാൽ. മൈഷ എന്ന് പറയുന്ന തന്റെ മകനെ വിളിച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്ന, മോനെ, നീ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല കുട്ടപ്പനായിക്കൊണ്ട് ആ ഇരിക്കുന്ന അങ്കിളുമാരുടെ റൂമിൽ പോയിട്ട് അവർക്ക് വേണ്ട എല്ലാ ഹിദമത്തും ചെയ്തു കൊടുക്കണം, അവർക്ക് വേണ്ട പാനീയം കൊടുക്കണം, അവർക്ക് വേണ്ട ജ്യൂസുകൾ കൊടുക്കണം എന്ന് മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലൈഹി സ്വലാം തന്റെ മകനോട് പറയുകയാണ്. അരിമാ മകൻ നന്ദിനം ചോടിടയാരബുവേ അവർ എന്നതിൻ്റെ ആചരം അലിവായുരെ നിന്നുടെ ഹമ്മുകളാണവർ കേട്ടതില്ലേ മണിമകൻ കൂറി വീരതിലേ എറിഞ്ഞവരോ ക്രൂരമില്ലേ അതിനുടൻ പാവ പേശിടല്ലേ ഉവ്നമിൽ അതിനാൽ പരം തന്ത ഗുണം മുനെ ഓർക്കുക പൊന്തരുളേ. ആ സമയത്ത് മകനൊരു സംശയം. കാരണം ഇവിടെ ഒരുപാട് ആളുകൾ വരാറുണ്ട്, റേഷൻ വാങ്ങാൻ വേണ്ടി പല ആളുകളും വരാറുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇതുപോലെ ഒരു സൽക്കാരം ചെയ്യാറില്ല, അതുപോലെ മകനോട് ഖിദ്മത്ത് ചെയ്യാനും പറയാറില്ല. ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ മകൻ ചോദിച്ചു, ഉപ്പ അതവരാരാണ് ഉപ്പ? ആ സമയത്ത് പറഞ്ഞു, അത് നിന്റെ മൂത്താപ്പമാരാണ്, നിന്റെ മൂത്താപ്പമാരാണ് അവരെല്ലാവരും എന്ന് പറഞ്ഞപ്പോൾ മകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എറിഞ്ഞവരോ ക്രൂരമില്ലേ? ഉപ്പയെ അടിക്കുകയും ഇടിക്കുകയും കിണറ്റിലെറിയുകയും ചെയ്ത ക്രൂരന്മാരാണ് ഉപ്പ എന്നാണ് മകൻ ചോദിച്ചത്. അങ്ങയെ അടിക്കുകയും ഇടിക്കുകയും അടിമയായി വിൽക്കുകയും ആ കിണറ്റിൽ എറിയുകയും ചെയ്ത ക്രൂരന്മാരാണ് ഉപ്പ അവര് എന്ന് ചോദിച്ചപ്പോൾ മഹാനാർക്കുന്ന യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നു, മോനെ, ഒരിക്കലും ആ രൂപത്തിൽ നീ സംസാരിക്കല്ല മോനെ. അന്നവരെ എറിഞ്ഞില്ലായിരുന്നു എങ്കിൽ ഇന്ന് നമ്മളും അവരെ കൂടെ റേഷന് വേണ്ടി ചാക്കുമായിട്ട് വരേണ്ട ഗതികേടായിരുന്നില്ലേ വരിക? അന്നവരെന്നെ എറിഞ്ഞില്ലായിരുന്നു എങ്കിൽ, അന്നവരെന്നെ അടിച്ചില്ലായിരുന്നു എങ്കിൽ, അന്നവരെന്നെ അടിമയായി വിറ്റില്ലായിരുന്നു എങ്കിൽ ഇന്ന് നമ്മളും ആ കൂട്ടത്തിൽ ചാക്കുമായി വരേണ്ടിയിരുന്നില്ലേ? അതുകൊണ്ട് ഒരിക്കലും നീ അങ്ങനെ പറയരുത്, അള്ളാഹു നമ്മൾ തന്ന ഗുണം ഓർക്കുവാനേ എന്ന് പറയുകയാണ്. പിറകെ മകൻ ചോണ്ടുടയം മുകളിൽ അനവല്ലതും പേശനുഭാവാം ബേബി എന്തെങ്കിലും കേൾക്കുകിൽ ഉന്നണം ഞാൻ കിബത്തി
അതിൽ ഇബ്റാനി ഭാഷയിലെ മൊഴി പ്രയാസമാണെന്നിലെ ഇത് വിധം കൂറി വേഗമില്ലേ ഷുറൂബുകൾ പിരികെ ബഹുമാനമെന്നിന്തുനെ കോപ്പയിൽ ഊത്തണമേ. ആ സമയത്ത് മകൻ ചോദിക്കുന്നു, ഒപ്പം ഞാൻ എന്റെ അമ്മകളോട് എന്റെ മുത്താപ്പന്മാരോട് വല്ലതും സംസാരിക്കണോ? ആ സമയത്ത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നു, നീ ഒന്നും പറയണ്ട, ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇബ്രാനി ഭാഷ വേണ്ടത്ര വശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഇബ്രാനി ഭാഷ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. മലയാളികൾ സാധാരണ മാപ്പി മാളു എന്ന് പറയല്ലോ ഇവിടെ നാട്ടിൽ, ഈ നമ്മുടെ സൗദി അറേബ്യയിലൊക്കെ എന്ത് ചോദിച്ചാലും മാപ്പി മാളു, ഈ ഒരു ശൈലി പറഞ്ഞാൽ മതി, എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി തൽക്കാലം. എനിക്ക് ഈ ഭാഷ അറിയില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ, വാഹിദ് കുട്ടികളും വാഹിദ് കുട്ടികളും 40 കുട്ടികളും കൊല്ലും പട്ടിണി എന്ന് പറഞ്ഞ് ഭാഷ ഒപ്പിച്ച ഇതുപോലെ തൽക്കാലം ഒരു കാര്യം മതി, മാപ്പു മാളു എന്ന് പറഞ്ഞാൽ മതി എന്ന് മകനോട് പറയുകയും മകൻ എന്തിതു ഉരയുന്ന രാവിൽ ആ രാവിൽ ഓരിൽ വിരുന്ന് കോടെ രാജൻ കൊടുത്ത് അതിന് പറയുന്നൊരു റൊട്ടിക്കന്നത്തെ കാലം വരുമേ വില പുൻസഹസ്രത്തിനോളം കരമാൽ ഭുജിത്ത് അവറുകൾ എണീത്ത് കടന്ന് മൈഷാഷർബത്തെടുത്ത്. അങ്ങനെ വലിയ സൽക്കാരം, വലിയ വിലപിടിപ്പുള്ള റൊട്ടികളുമായി കൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ പറയുന്നു 1000 പൊന്നിന്റെ വില ഒരു റൊട്ടിക്ക് മാത്രം വരുമെന്നാണ്. കാരണം രാജാവാണല്ലോ. അപ്പൊ ആ രാജകീയ പദവിയോടുകൂടിയുള്ള ഭക്ഷണം അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ നന്നായിട്ട് സൽക്കരിക്കുന്നു. മൈഷ എന്ന് പറയുന്ന തന്റെ മകൻ അവർക്ക് ജ്യൂസ് എടുത്ത്, അവർക്ക് സർബത്തെടുത്ത് കൊടുക്കുന്നു. അരിമക്കനി മകൻ ഊറ്റി കൊടുത്ത് അവരും കുശാലായി വാങ്ങി കുടിത്ത് കുടിക്കുമ്പോൾ ചോടുന്നവറുകൾ മകനെ കൂറ് നീയാരെന്ന് നോക്കിയുടനെ. ആ സമയത്ത് മകനോട് ചോദിക്കുന്നു, അതല്ലയോ മോനെ, നീ ആരാണ് നീ എന്ന് ചോദിക്കുമ്പോൾ മകൻ പറയുന്നു, മടിയാതെ രാജകുമാരൻ ഞാനെന്ന് മഹിമക്കിടാവീനവരോട് ചൊന്ന് കടപ്പായ അന്തേ വിരുന്നുകൾ കണ്ട് കവിക്കുന്നവർ തമ്മിൽ സന്തോഷം കൊണ്ട്. മകൻ പറയുന്നു, ഞാൻ രാജകുമാരനാണ്, ഞാൻ രാജാവിന്റെ മോനാണ് എന്ന് പറയുകയും എന്തായാലും ഈ രൂപത്തിൽ അവരെ സൽക്കരിച്ചത് കൊണ്ട് രാജകുമാരൻ തന്നെ വന്നുകൊണ്ട് ഈ സപ്ലൈ ചെയ്തതുകൊണ്ടും അവർക്ക് വല്ലാത്ത സന്തോഷമാണ്. അവർ പറയുകയാണ്, വട്ടിപേരും രാജൻ മഹാദീദിയാണ്, ബഹുമാനം നമ്മൾക്ക് ചെയ്തല്ലോ കേണ്, ബഹുമാനവാപ്പാന്റെ കീർത്തികൾ കൊണ്ട് വലുതായി നമ്മെയും സ്നേഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ രാജാവ് വളരെയധികം ദീനി സ്നേഹിയാണ്. അതുകൊണ്ട് നമ്മുടെ പിതാവ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളാണ് നമ്മൾ എന്ന് അറിഞ്ഞതുകൊണ്ടാണ്, പിതാവ് പ്രവാചകനായിരിക്കുന്ന പ്രവാചകന്റെ മക്കളായതുകൊണ്ടാണ് നമ്മളോട് ഈ രൂപത്തിൽ ബഹുമാനം കാണിക്കുന്നത് എന്ന് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. പക്ഷേ ചികവർ യഹൂദ മൊഴിയൊന്നു തീർപ്പായി ശരിയെങ്കിലും എന്ന് തെറ്റിദ്ധരിപ്പായി അകമില്ലവർക്ക് നമൈകളെ കൊണ്ട് അറിയാത്ത എന്തോരു സംശയമുണ്ട്. യഹൂദ പറഞ്ഞു, സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ എനിക്കൊരു പേടിയുണ്ട് കേട്ടോ, എന്തോ നമ്മളെ പറ്റി ചില തെറ്റിദ്ധാരണകൾ അദ്ദേഹത്തിനുണ്ടോ എന്ന് എനിക്ക് ചില സംശയമുണ്ട്. കാരണം മഹിമപ്പതി സിംഹാസനത്തിലിരുന്ന് വല്ലാതൊരു നോട്ടം കണ്ടോ നീയെന്ന്, ഉന്നൊന്ന് നാളെ വ്യസനങ്ങളെല്ലാം ഓഷമഹിപതി തന്നോട് ചൊല്ലാം. ആ സിംഹാസനത്തിൽ ഇരുന്നിട്ട് ആ നോട്ടം കണ്ടോ? കിടക്ക് നോക്കുന്നു, പിന്നെയും തല താഴ്ത്തുന്നു, വീണ്ടും നോക്കുന്നു, വീണ്ടും തല താഴ്ത്തുന്നു. അപ്പൊ നമ്മളെ കൊണ്ട് എന്തോ ഒരു ചെറിയ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, വല്ലാത്തൊരു സംശയം എനിക്കുണ്ട് എന്ന് ബഹുമാനപ്പെട്ട യഹൂദ പറയുകയാണ്. എന്തായാലും ശരി, നാളെ അദ്ദേഹത്തിനോട് ചെന്നിട്ട് നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ പട്ടിണി പായരങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് പറയാം എന്ന് അവർ തമ്മിൽ പറയുകയാണ്. എന്നിപ്പടി കേമ്ര 10 ആളുമൊത്ത് ഇരവന്റെ റൂമിൽ മുഷിപ്പാൽ വാസിത്ത് പിന്നാ പുലർന്നൂടൻ മുന്നത്തെ പോലെ വീണ്ടും ക്ഷണിക്കായി വന്നെത്തിയിടയാളേ.
അങ്ങനെ രണ്ടാമത്തെ ദിവസം വീണ്ടും ഇതുപോലെ അവരെ വിളിക്കാൻ വേണ്ടി മൈഷ വീണ്ടും ഇവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എത്തി. അങ്ങനെ അവര് 10 പേരും ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്നിധ്യത്തിലേക്ക് നടക്കുകയാണ്. എത്തിയ പോതുടൻ 10 വേഗം നടந்தாരോ ഇരസർ സിംഹാസന സന്നിധിയിൽ കടந்தாരോ ചിത്തം പായപ്പെടും കണ്ടാളന്നത്തെ പട്ടാളം ധീരത്തിൽ ഉണ്ടെല്ലാ പേർക്കും കയ്യിൽ കരവാളും. എല്ലാ പട്ടാളക്കാരുടെയും കയ്യിൽ ഓരോ വാളുകളുണ്ട്. മറ്റ് ആയുധങ്ങളെല്ലാം പൂണ്ടുകൊണ്ട് രാജാവിന്റെ ചുറ്റുഭാഗത്തും വലയം ചെയ്തുകൊണ്ട് പട്ടാൾക്കാർ നിൽക്കെ ഇവരെ 10 പേരെയും വിചാരണ ചെയ്യുകയാണ്. മത്തിര ഗൗരവത്തോടെ രാജൻ കടന്നിട്ട് മഹിമാസിംഹാസനം കേറിയാസനം ചെയ്തിട്ട് മുത്തനബിന്റെ മുഅ്ജിസാത്തിൽ പറയുന്ന പുതുമാമികത്തോരു സാഴ്തങ്ങളിലുണ്ടെന്ന് എന്നും ആ സാഴിലടിത്താൽ ഗൈബ് പറയുമേ ഉൽഗുയൂബും ഉണ്ട് മുൻപാകമേ. മഹാനാർക്കുന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മോചിതത്തിൽ പെട്ടതാണ് ഒരു മെഷീൻ ഉണ്ട് അവിടെ. ആ മെഷീനിൽ അടിച്ചു കഴിഞ്ഞാൽ മറഞ്ഞ കാര്യങ്ങൾ പറയും. ആരെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളവാണ് എന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സായിൽ അങ്ങോട്ട് അടിച്ചാൽ മതി, ആ സാൾ പറയും. ഇത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ കാലഘട്ടത്തിലുള്ള ഒരു മോചിതത്താണ്. അങ്ങനെ ഈ 10 പേരെയും മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് വിചാരണ ചെയ്യുകയാണ്. ഉന്നതർക്കം നാളിൽ തുർജമാനെ നിറുത്തിയെ ഉഗ്രക്കൈ പീത്ത് കൊണ്ടോരില് പിന്നെ തുടർത്തിയേ ഉന്നോവിനുങ്കളൂരും പേരും വിവരത്തെ ഉടനെ അവർ കൊല്ലും രാജരോട് വിവരിത്തേ. അവിടെ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെയും നിശ്ചയിച്ചു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അറിയാത്തത് കൊണ്ടല്ല, പെട്ടെന്ന് കള്ളി പൊളിയാതിരിക്കാൻ വേണ്ടി ഒരു തർജുമാനെയും അവിടെ നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിച്ചിട്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഡയറക്റ്റ് ആയിട്ട് അവരോട് ചോദ്യം ചെയ്യുന്നു, നിങ്ങളുടെ പേര് എന്താണ്, നിങ്ങളുടെ നാട് ഏതാണ്, നിങ്ങളുടെ പിതാവ് ആരാണ് എന്നുള്ള ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. പിന്നെയും താതാക്ക് മക്കളെ തീര ഉണ്ടെന്ന് വിവരത്തവരോട് കേട്ടപ്പോതിൽ വീരുത്തുന്നു. നിങ്ങൾ 10 ആളുമല്ലാതെ ഇനി ആരെങ്കിലും നിങ്ങളുടെ വാപ്പാക്ക് മക്കളുണ്ടോ എന്ന് രണ്ടാമത് ചോദിച്ചു. ബിരുത്തുന്നേമൈ 12 ആൺമക്കളാണെന്നും ബീരിതവാന്റെ അടുക്കൽ തമ്പി ഒന്നുണ്ടെന്നും. ഞങ്ങൾ 12 ആൺമക്കളും ഒരു പെൺമകളുമാണ്, ഒരു പെണ്ണുമാണ്. ആ പെണ്ണും അതുപോലെ 11 ഒരു അനുജൻ പിതാവിന്റെ അടുക്കലുണ്ട്. ബാക്കി 10 ആളുകൾ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇനി പറയുന്നു പിന്നും ഒരാളെ ചെന്നായ തിന്നെന്നും ബാവ അന്നാൾ മുതൽ ദുഃഖം പൂണ്ട് ഇരിപ്പെന്നും. പിന്നെ ഒരാൾ യൂസുഫ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആ യൂസുഫിനെ ചെന്നായ തിന്നു എന്നും അവർ പറഞ്ഞു. അരിമപ്പൊൻപൂപ്പതി സാഴിലുണ്ടങ്ങാടിത്താരോ അപ്പോത് സാഴി ദീപം ബാക്കെന്നൂരത്താരോ ദരിത്തോടൻ്റെന്നോവൈകൾ കേട്ടോ ഈ ഭാഷത്തെ ചാറ്റി നുണവുങ്കള് എന്നിൽ നിന്നൊന്നി കോപിത്തേ. ചെന്നായ തിന്നു എന്ന് പറഞ്ഞതോടുകൂടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഈ സാഴിൽ അങ്ങോട്ട് അടിച്ചു. ഈ മിഷീൽ അങ്ങോട്ട് അടിച്ചോടുകൂടെ സാഴ് പറഞ്ഞു, ഇവർ കള്ളമാണ് പറയുന്നത് എന്ന് കേട്ടതോടുകൂടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ദേഷ്യപ്പെട്ടുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് കള്ളമാണ് പറഞ്ഞത്, പച്ചക്കള്ളമാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. കോപം മികന്ത് രാജരും കുറുന്നുമൈകളൂറ്റരാം ആവി കടന്ത് ശൂരരും അണ്ട് ഭയങ്കളുകലായി താപിത്ത് കൽബ് തെള്ളലായി താജരിൽ പിന്നും ചൊല്ലലായി കുറിയതാകെയുള്ളതാം കോമളർ പിന്നും പിള്ളലായി. നിങ്ങൾ
കളവാണ് പറയുന്നത്, അതുകൊണ്ട് കള്ളന്മാരെ ഇവിടെ അറസ്റ്റ് ചെയ്യും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടപ്പോൾ അവരെല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾ പറഞ്ഞത് മുഴുവനും സത്യമാണ് എന്ന് അവർ പറഞ്ഞു. എന്നിട്ട് അപ്പ അവരോട് പറഞ്ഞു, ബില്ലി അറസ്റ്റ് ചെയ്തിടും, വേഗം ചെയ്ത് കുരക്കണം, ഉള്ളു ഭയന്തിട്ടം ദിനം ഒക്കെയും കേണ് പേശലായി ചൊല്ലിയതാകെ നേരതാം സുന്ദര രാജ ഇങ്കള, നല്ല പിതാവെ ഓർത്തതാൾ നാങ്കളിൽ റസ നൽകണേ. വീടും കുടികളാകെയും ബത്തൽ കടന്ന് ജൂഴിലാം തെടി മുഷിത്ത് ഭാവയും തിരവിശന്നിരിക്കുമേ. ചോടുന്ന പോതിൽ രാജരും ശൂരരെ നിങ്ങൾ തമ്പിയെ കൂടെ കൂടുന്ന കാട്ടുമോ, കൂറിയ വാക്കിൽ കൈക്കൊള്ളാം. ആ സമയത്ത് വീണ്ടും അവർ പറഞ്ഞു, പുന്നാര രാജാവേ, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് രാജാവേ, പ്രിയപ്പെട്ട രാജാവേ, ഞങ്ങളുടെ വാപ്പ വിഷമത്തിലാണ്, എത്രയോ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് പട്ടിണിയിലാണ് പിതാവ്, അതുകൊണ്ട് വാപ്പാനെ ഓർത്തിട്ടെങ്കിലും അവിടുന്ന് ഭക്ഷണം തരൂ രാജാവേ എന്ന് താണ് കൂണ് പറയുമ്പോൾ രാജാവിന്റെ മനസ്സലിഞ്ഞു പോയി. സ്വന്തം പിതാവാണ് പട്ടിണിയിൽ, സ്വന്തം ജ്യേഷ്ഠന്മാരാണ് പട്ടിണി എടുക്കുന്നത്. ആ സമയത്ത് രാജാവിന്റെ മനസ്സലിഞ്ഞു പോയി. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇവരോട് ചോദിച്ചു, നിങ്ങൾ ഇനി വരുമ്പോ നിങ്ങളുടെ അനുജനായിരിക്കുന്ന അവനെ കൂടെ നിങ്ങൾ കൊണ്ടുവരുമോ? ഇനി വരുമ്പോൾ നിങ്ങൾ അവനെ കൂടെ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ഭക്ഷണം തരാമെന്ന് പറയുകയാണ്. കുറിയവർ ബറാബറായി കൊനവനോട് വഴുതയായി പുരണഭാവയോടമൈ പൊലിയളൈത്ത് കൊണ്ടരാം. താരുളറുന്നിയെല്ലരും സംഘടിച്ചിന്ന് പോകുവാൻ തിരവിടൂല എന്നതിൻ ചിന്തിയോരരാജരേ. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ വാപ്പനോട് സമ്മതം ചോദിച്ചിട്ട് വാപ്പ സമ്മതം തരികയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരാം, യാതൊരു സംശയമില്ല, ഞങ്ങൾക്ക് ഭക്ഷണം ആവശ്യമാണ്, അതുകൊണ്ട് ഞങ്ങൾ പിതാവിനോട് പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പോയിക്കോളി, പക്ഷേ എല്ലാവരും കൂടെ ഇന്ന് പോകാൻ പാടില്ല, ഒരാൾ ഇവിടെ നിൽക്കണം, ജാമ്യമായിട്ട് അതിന് ബിന്യാമിനെ കൊണ്ടുവരും എന്നുള്ളതിന്റെ തെളിവായിട്ട് ഒരാൾ ഇവിടെ നിൽക്കണം. ചിന്തിയ പേരടങ്കലും ചേലിൽ നറുക്ക് പോടുവീൻ അന്ത പൊളുതരാജരും അപ്പടി ചെയ്ത് പാർക്കലായി. ബന്ധം ഷംഊനിലന്തനം പാത്ത് നറുക്ക് നീളലായി ബന്ധില്ലയോരെ ആക്കിയും മറ്റവരോട് കൂറലായി. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും കൂടെ ഞാൻ ഇന്ന് വിടില്ല, ഒരാളിവിടെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോ ആരാണ് നിൽക്കേണ്ടത് എന്നുള്ളതിന് അവർ നറുക്കിടുകയാണ്. നറുക്കിട്ടതിൽ ആ നറുക്ക് വീണത് ഷംഊനിലാണ്. ഷംഊൻ അവിടെ നിൽക്കണം എന്നുള്ള കൽപ്പന രാജാവ് പുറപ്പെടുവിക്കുന്നു. ഷംഊൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കിണറ്റിലെറിഞ്ഞപ്പോ സമയത്ത് ആ കയറ് വെട്ടിയെടുത്ത ആളാണ്. അങ്ങനെ കൂഫത്ത് രാജൻ അളവ് വാങ്ങി പാതിക്ക് പോകാനേ റസ കൊടുത്തവർക്കാനേ സമയമൊക്കെ അളവെടുത്ത് പുറത്ത് വന്നാനേ ഒരു കുടൻ നടന്നാനേ. അവരിൽ കേതം കവിന്ത് ഭവാന്റെ ഇടത്തിൽ എന്താനേ നമ്മൾ അടുത്ത് ചിന്താനേ. അവലി പിന്നും ബെന്യാമിനെ തരുമോ എന്നാനേ തമ്മിൽ ഭയന്ന് ചൊല്ലാനേ. ചൊല്ലിയ ബുക്കിട്ട് ദില്ല് ഞെടുങ്ങിട്ട് മണ്ട കറങ്ങിട്ട് ചെണ്ട് കടന്നിട്ട് നോക്ക് മുത്തോരെ കഥാക്കി കബൂവാരേ. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു? അപ്പോൾ കിട്ടിയ ഭക്ഷണവുമായി കൊണ്ട് അവർ രാജാവിന്റെ അടുക്കൽ നിന്നും അവരുടെ നാട്ടിലേക്ക് പോവുകയാണ്. ഇനി എങ്ങനെയാണ് അവർ പിതാവിനോട് ബിന്യാമിനെ കൂടി അവരുടെ കൂടെ വിട്ടയച്ചു തരുമോ എന്ന് ചോദിക്കുക. കാരണം നേരത്തെ യൂസുഫിനെ നമ്മുടെ കൂടെ വിട്ടയച്ച ആ ഖേദം തന്നെ വാപ്പാക്ക് തീർന്നിട്ടില്ല. അതോടുകൂടെ ഇനി മാത്രമല്ല, നമ്മുടെ സഹോദരൻ ഷംഊനെ കിട്ടണമെങ്കിലോ നിർബന്ധമായിട്ടും നമ്മൾ ആരെ കൊണ്ടുവരണം? ബിന്യാമിനെ കൊണ്ടുവരണം. ഏത് രൂപത്തിൽ ചോദിക്കും, എങ്ങനെ വാപ്പാനെ ഫേസ് ചെയ്യും എന്നവർ പേടിക്കുകയാണ്. ഏതായാലും അവർ ചെന്നു, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഹദറത്തിൽ ചെന്നു. അബുവേ എങ്കിൽ കൊടുക്കൽപ്പെട്ട് കനിഞ്ഞ് ഷംഊനെ അങ്ങേ പണയം വെത്താനേ. കവലി രാജൻ ബിന്യാമിനെ കൂട്ടി ചൊല്ലാനേ എങ്കിൽ ഏട്ടൻ ഷംഊനെ
കബറിലാക്കി നിർത്തിയിട്ടുണ്ട് ചേർത്തിക്കൊണ്ടോനെ പോയാൽ നീന്തും മറ്റോനെ. ഇവർത്തി വേറെ തരത്തിൽ ഒന്നും വിലയാവുവരേ റസ കൊടുമതുവരേ. തിട്ടമ്മേനെ ചൊല്ലാൻ ഒട്ടും വഴിയില്ല, കഷ്ടം ഭാവ്യത്തില്ല, നഷ്ടപ്പെടും ചൊല്ലാൻ ഭാരം പിന്നാലെ ബാവാക്കൂറി എന്നാളേ. അവര് രാജാവിന്റെ മദഹുകളും ആ കൊട്ടാരത്തിന്റെ പ്രൗഢിയും മറ്റുമെല്ലാം ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് പറയുന്നു, വാപ്പ ഇതുപോലെ ഒരു രാജാവ് ദുനിയാവിൽ ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. അത്രമാത്രം സൗന്ദര്യവാനായിരിക്കുന്ന ഒരു രാജാവാണ്. അതോടുകൂടെ അദ്ദേഹം വളരെ സൽസ്വഭാവിയാണ് ഉപ്പ എന്നെല്ലാം അവർ പറയുകയും, പക്ഷേ ഞങ്ങളൊരു കെണിയിൽപ്പെട്ടിട്ടുണ്ട്, ഞങ്ങള് ഇനി ഭക്ഷണം വേണമെങ്കിൽ നിങ്ങളുടെ മറ്റേ അനുജനെ കൂടി കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സഹോദരനായിരിക്കുന്ന ഷംഊനെ, നമ്മുടെ ഷംഊനെ അവിടെ പണയം വെച്ചിരിക്കണം ഉപ്പ. ഷംഊനെ കിട്ടണമെങ്കിൽ ബിന്യാമീനുമായി കൊണ്ട് പോവുകയല്ലാതെ മറ്റൊരു നിവൃത്തിയും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് ആ മക്കൾ പറയുന്നു. എന്നാൽ യാക്കൂബ് നബിയോരത്തെ അരിമക്കനി യൂസുഫിനെ പീഡിത്തേ, എന്നെ അകറ്റിയും ദിനം തൂടുത്തേ, ഇതിനാൽ അളൂതൻ പാർവയും നാശിത്തേ. അന്നേ ദിനം മുതൽ ബുന്യാമീനെ അവനിൽ പകരമായി നിലർത്ത് ഞാനേ. എന്നാൽ ഇവനെ ഞാൻ ഉമൈകളൊത്ത് എന്നും വിടാനില്ല ദിനഭാഗ്യത്ത്. മക്കളെ യൂസുഫിനെ കൊണ്ടുപോയത് മറന്നോ മക്കളെ എന്ന് ചോദിച്ചു പിതാവ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ചോദിക്കുന്നു, മക്കളെ എന്തെല്ലാം പറഞ്ഞുകൊണ്ടാണ് യൂസുഫിനെ നിങ്ങൾ കൊണ്ടുപോയത്? യാതൊരു കുഴപ്പവുമില്ലാതെ 10 ആൺമക്കളാണ് ഉപ്പ ഞങ്ങൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് വർഷങ്ങൾ എത്രയായി മക്കളെ? അന്ന് മുതൽ കരഞ്ഞുകൊണ്ട് കണ്ണിന്റെ കാഴ്ച പോലും എനിക്ക് നഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ട് പൊന്നാര മക്കളെ, ഇനി യാക്കൂബിനെ വെച്ച് ബിന്യാമിനെ വെച്ചുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട, പട്ടിണി കിടന്ന് മരിച്ചാലും ശരി എനിക്ക് ഭക്ഷണം വേണ്ട. അതുകൊണ്ട് ബിന്യാമിനെ ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരില്ല മക്കളെ എന്ന് പറഞ്ഞതായിരിക്കുന്ന സമയത്ത് അകമിൽ നിലവില്ലെന്നുരത്താതേരം അളവാറ്റുളം കൊണ്ട് മുഷിത്തെല്ലാരും സകല ചുമകളും ഉടനാഴിത്ത് താന്താരുടെ കേട്ടിൽ വിലകൾ പാർത്ത് മഹിമ പിതാവിൻ സന്നിധിയിൽ ചെன்று പറയുന്നവർ കൊല്ലും മുഷിത്ത് കൊണ്ട് മുഖമില്ലിത് പോലുള്ളൊരു രാജാവ് ഉണ്ടായി അറിവില്ല നമ്മയ്ക്ക് ബാവ. ആ സമയത്ത് അവര് പറയും, പിതാവ് അവരെന്ത് ചെയ്യുന്നു? അവർ കിട്ടിയതായിരിക്കുന്ന റേഷൻ ആ ചാക്ക് മുഴുവനും ഒന്ന് മറിച്ചു. അതിൽ കിട്ടിയ ഭക്ഷണം എല്ലാം പുറത്തേക്ക് ചെരിഞ്ഞു നോക്കുമ്പോൾ അവരങ്ങോട്ട് കൊടുത്ത വില മുഴുവനും ആ ചാക്കിലിട്ട് കെട്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ അയച്ചിട്ടുണ്ട്. അവർ കൊടുത്ത പൈസ മുഴുവനും ഈ ചാക്കിൽ കെട്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ അയച്ചിട്ടുണ്ട്. ഈ ചാക്ക് ചെരിയുമ്പോഴാണ് അത് അവർക്ക് മനസ്സിലായത്. അങ്ങനെ അവർ പറഞ്ഞു, പൊന്നാര ഉപ്പ, ഇതുപോലെയുള്ള ഒരു രാജാവ് ലോകത്തുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. കാരണം നമ്മുടെ ചുമകളിൽ പിലകളിട്ട് നിറവായി അളവുകൾ ശരിയാക്കിയിട്ട് സവിശേഷമായി തന്നെ മഹാരാജന്റെ സൗമ്യത്തിരു മുമ്പിൽ ഇനി പോകണ്ടേ. ഇവകൾ മൊളിന്തപ്പോൾ മനം വേറുത്ത് ഇറസർ നബിയാരും മുഖം തീരിത്ത് അവനെ പനികളെ ഉമൈകളോത്ത് അയക്കൂൽ വരും എന്നും മഹാ ആഫത്ത്. ഇങ്ങനെയുള്ള ഈ രാജാവിന്റെ അടുക്കിലേക്ക് ഇനിയും പോകേണ്ടതല്ലേ ഉപ്പ എന്ന് മക്കള് വളരെ നിഷ്കളങ്കതയോടുകൂടിയാണ് ചോദിക്കുന്നത്. പക്ഷെ പിതാവിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിതാവ് പറഞ്ഞു, ഇല്ല, ഞാൻ ബിന്യാമിനെ വിട്ടുള്ളൊരു കളി എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു,
വരും എന്നും മാഫത്ത് തങ്ങളെ ചോടി വേസനിത്ത് ഇതുപോലത്തെ വാക്കാലെ കാലത്തും റസ തേടണ്ട ആശിത്ത് പറയാം ഇപ്പോലെ കാഴ്ந்து വരുന്ന കാലത്ത് വരം കോവിത്ത് വരികൾ കൊണ്ടമ്മതാകെ കാലാശിത്ത്. അതുകൊണ്ട് ബുന്യാമീനെ കൂട്ടിയിട്ടേ ഭക്ഷണം കിട്ടുമെങ്കിൽ ഭക്ഷണം നമുക്ക് തൽക്കാലം വേണ്ട മക്കളെ. ബെന്യാമിനെ അയച്ചുകൊണ്ടുള്ള ഒരു ഭക്ഷണം നമുക്ക് വേണ്ട. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞു എങ്കിലും ഇവിടെ അവർ കൊണ്ടുവന്ന ഭക്ഷണം തീർന്നു, പട്ടിണി കിടക്കാൻ തുടങ്ങി, പട്ടിണി മൂത്തു. ബഹുമാനപ്പെട്ട യാക്കൂബ് നബിക്ക് മറ്റ് നിവൃത്തി ഇല്ലായിരുന്നു. അരിമപിതാവ് പനികളോടപ്പോൾ കൂറുന്ന് ഹലഫോതുന്ന് അപകടം ചെയ്യാതെ മോനെ കൊണ്ടെന്നോളാമെന്ന് പറഞ്ഞുള്ള വാക്കിന് മക്കളിതാതനോടോതൊന്ന് വെടിവായെന്ന് വല്ലാഹി മോനെ മടക്കി കൂട്ടി വരാമെന്ന്. അപ്പൊ പറഞ്ഞു, മക്കളെ യൂസുഫിനെ കൊണ്ടുപോയതുപോലെ ആകരുത് മക്കളെ, വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് ഞാൻ ബെന്യാമിനെ നിങ്ങളുടെ കൂടെ പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് മക്കളെ അവനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണേ എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കളോട് പറയുമ്പോൾ മക്കൾ പറയുന്നു, വല്ലാഹി മോനെ മടക്കി കൊണ്ടുവരാം, പടച്ച റബ്ബാണ് സത്യം, ഞങ്ങൾ എന്തായാലും മോനെ മടക്കി കൊണ്ടുവരാം എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട് പറയുന്നു. കൂട്ടി വരാം എന്നോരത്ത ബോധിൽ നബിയുള്ള ബനിയോടെല്ലാം കുല്ലരും ബാബൊണ്ടിലെ കൂടി കേറി കടക്കല്ല ചാറ്റി മീസറിൽ കടന്നാലെന്റെ ഈ ഭാഷത്ത് ഉമർദോർമിത്ത് ചെറുതിച്ചതീരണ്ട് പേരുകളെ കൂടി കടക്കൊത്ത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 10 നിങ്ങൾ മിസ്രിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു പോകരുത്. ഈ രണ്ട് ആളുകൾ തമ്മിൽ പോകണം. അല്ലെങ്കിൽ ഒരു പക്ഷെ കണ്ണീർ തട്ടിയാലോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ കണ്ണീർ എന്നുള്ളത് പഴയ കാലത്ത് തന്നെ ഉള്ളതാണ് എന്നുള്ളതാണ് സത്യം. ചില ആളുകളുടെ നാവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞാണ്ടല്ലോ അതുപോലെ വെട്ടി തട്ടുന്നത് പോലെ തട്ടും. പലർക്കും അനുഭവം ഉണ്ടായിരിക്കും. എന്നാൽ ഇവിടെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കളോട് പറയുന്നു, മക്കളെ നിങ്ങൾ ഈ രണ്ട് ആളുകൾ മാത്രം ആണ് പോവേണ്ടത്, എല്ലാവരും കൂടെ ഒരുമിച്ച് പോകരുത് എന്ന്. കാട്ടിപ്പറഞ്ഞെന്നും ബെന്യാമീനെ മാറക്കല്ല മുഷിപ്പിക്കല്ല, കണ്ണേറിയത്താവാൻ പിണ്ടതാണ് ഈ പോലെല്ലാം. ആറ്റൽ നബി മക്കളോടന്നേറ്റം വാസിയാത്ത് ഉപദേശിത്ത് അരിമാസീസിൽ ഹത്തുണ്ട് പിന്നെ കൂറിപ്പിത്ത്. എന്നാലും മക്കളെ നിങ്ങൾ ബെന്യാമിനെ മറക്കരുത്, അവനെ നിങ്ങൾ വിഷമിപ്പിക്കരുത് എന്നെല്ലാം വീണ്ടും ഉപദേശിച്ചുകൊണ്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തന്റെ പൊന്നോമന മകൻ ബെന്യാമീനെ അവരുടെ കൂടെ പറഞ്ഞയക്കുമ്പോൾ മിസ്രിന്റെ രാജാവ് അസീസിന് ഒരു കത്തും എഴുതുന്നു. ആ കത്തിൽ എന്തൊക്കെയാണ് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം എഴുതുന്നത് എന്ന് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ പറയുവാനും കേൾക്കുവാനും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട മഹദിയായിരിക്കുന്ന സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ യൂസുഫ് നബി അലൈഹിസ്സലാം വിവാഹം ചെയ്തതിനു ശേഷം വളരെ തഖ്വയോടുകൂടെ ജീവിതം നയിച്ച ഒരു മഹദിയാണ്. അതുകൊണ്ട് തന്നെ അവരെപ്പറ്റി തെറ്റിദ്ധരിക്കുകയോ അവരെപ്പറ്റി മറ്റുള്ള മോശമായ ചിന്തകൾ വരികയോ പാടില്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ ഈ സുലൈഖ എന്നല്ല ദുനിയാവിലുള്ള ഏതൊരു സ്ത്രീയും അങ്ങനെ ആഗ്രഹിച്ചു പോകും എന്നുള്ളതാണ് സത്യം. അതുപോലെ ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അവരുടെ സഹോദരന്മാർ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുകയും ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും അതൊക്കെ ഒരു സാഹചര്യത്തിൽ ചെയ്തതാണ്. അത് അല്ലാഹുവിന്റെ ഒരു തീരുമാനവും ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് അവരെല്ലാവരും സ്വാലിഹീങ്ങളായിരുന്നു. അതിന് കാരണം അവർ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവർ ചെയ്തതെല്ലാം പൊരുത്തപ്പെട്ട് കൊടുത്തതിന് പുറമെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമും യാക്കൂബ് നബി അലൈഹി 2 പ്രവാചകന്മാർ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 പ്രവാചകന്മാർ അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് തന്നെ അവരെല്ലാവരും സ്വാലിഹീങ്ങളായിരുന്നു എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ അവരെ പറ്റിയും തെറ്റിദ്ധരിക്കാനും പാടില്ല എന്ന് പ്രത്യേകമായി കൊണ്ട് ഓർമ്മപ്പെടുത്തിയുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി കുറച്ച് ഭാഗങ്ങളെ കൊണ്ട് അത്